നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. കാർത്തികോത്സവമായ പൊങ്കൽ ജില്ലയിലും ആഘോഷിച്ചു. സംസ്ഥാനത്ത് നടന്നുവരുന്നത് പോലീസ് രാജെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നു. വാർത്തകൾ വിശദമായി. കാർഷികോത്സവമായ പൊങ്കൽ ആഘോഷത്തിന് ജില്ലയിലും തുടക്കം. തമിഴ് സംസ്കാരമുള്ള പാലക്കാട്, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് പൊങ്കൽ ആഘോഷമുള്ളത്. സൂര്യദേവന്റെ ആരാധനയാണ് പ്രധാനം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൂക്കൾ, ഫലങ്ങൾ, കായ്കറികൾ, പുത്തരി, കരിമ്പ്, മഞ്ഞൾ, ശർക്കര, പാൽ എന്നിവ പൊങ്കൽ ആഘോഷത്തിന് പ്രധാനമാണ്. പുത്തരി കൊണ്ടാണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജനുവരി 13 തുടങ്ങി 4 ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. അതായത് തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈമാസം 3-ാം തീയതി അവസാനിക്കുന്നു. ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസങ്ങളുമുണ്ട്. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ മകരമാസം 1-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അതിനാൽ മകരസംക്രാന്തി എന്നും ഇതിനു പേരുണ്ട്. വേവിച്ച അരി എന്നാണ് പൊങ്കൽ എന്ന പദത്തിന്റെ അർത്ഥം. ഇത് തമിഴരുടെ ഏറ്റവും പ്രസിദ്ധപ്പെട്ട പർവ്വമാണ്. ആഘോഷങ്ങളുടെ ആദ്യ ദിവസം, അതായത് മാർഗഴിയുടെ അവസാന ദിവസം, ഭോഗി എന്നറിയപ്പെടുന്നു. വിള നന്നാവാൻ ലഭിച്ച നല്ല കാലാവസ്ഥയ്ക്ക് സൂര്യദേവനോട് നന്ദി പറയുകയാണ് ഈ ദിവസം ചെയ്യുന്നത്. അടുത്ത വർഷത്തെ വിളവെടുപ്പ് നന്നാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പഴയ സാധനങ്ങൾ തീയിലിട്ട് കത്തിക്കുന്നു. ചാണകവും തടിയുമാണ് തീ കത്തിക്കാൻ ഉപയോഗിക്കുക. 2-ാം ദിവസമാണ് തൈപ്പൊങ്കൽ. അന്ന് പൂജയുണ്ടാവും. വർണ്ണാഭമായ കോലം മുറ്റത്തൊരുക്കുന്നു. അരി പാലിൽ വേവിക്കും. വീടിന് പുറത്ത് അടുപ്പ് കൂട്ടിയാണ് ഇത് ചെയ്യുക. ഈ സ്ഥലത്ത് കോലം ഇട്ടിട്ടുണ്ടാവും. പാത്രത്തിൽ മഞ്ഞൾ ചെടി കെട്ടിവെക്കും. അരി, കരിമ്പ്, പഴം, നാളികേരം എന്നിവ സൂര്യന് സമർപ്പിക്കും. ഇതിനുപയോഗിച്ച സാധനങ്ങളും പാത്രങ്ങളും ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. വിവാഹം കഴിഞ്ഞ് 1 വർഷം തികഞ്ഞ വധുവിന്റെ വീട്ടുകാർക്ക് പൊങ്കൽ പാത്രം, അരി, ശർക്കര, പുതുവസ്ത്രം എന്നിവ നൽകും. 3-ാം ദിവസം മാട്ടുപൊങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. കർഷകരാണ് ഭക്തി നിർഭരം മാട്ടുപൊങ്കൽ ആഘോഷിക്കുന്നത്. കൃഷിയിടങ്ങളിൽ വിളവിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ കന്നുകാലികളെ ഉപയോഗിക്കുന്ന തമിഴ് കുടുംബങ്ങൾ മാട്ടുപൊങ്കലിന് കന്നുകാലികളെ കുളിപ്പിച്ച് ഭസ്മവും വർണ്ണപ്പൊടികളും അലങ്കരിച്ച് പൂജകൾ നടത്തുന്നു. കാലികളുടെ ദീർഘായുസ്സിനും കാർഷിക വിളകളുടെ ഇടതടവില്ലാതെ വിളവെടുപ്പിനും നല്ല കാലാവസ്ഥയ്ക്കുമായി മാട്ടുപൊങ്കലിൽ പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ശിവൻ തന്റെ വാഹനമായ നന്ദിയെ ശപിച്ചുവെന്നും നന്ദി ഭൂമിയിലെത്തി കർഷകരെ നിലമുഴാൻ സഹായിക്കുന്നുവെന്നുമാണ് വിശ്വാസം. മധുര ജില്ലയിൽ മാട്ടുപൊങ്കലിനോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ ജല്ലിക്കെട്ട് നടത്തിയിരുന്നു. എന്നാൽ നിരവധി യുവാക്കൾക്ക് ജീവഹാനി നേരിട്ടതോടെ തമിഴ് സർക്കാർ ഇതിന് നിരോധനം ഏർപ്പെടുത്തി. എന്നാൽ ഹൈക്കോടതി ഉത്തരവിലൂടെ നിബന്ധനകളോടെ ഇപ്പോഴും ഇവ നടന്നു വരുന്നുണ്ട്. 4-ാം ദിവസം കാണും പൊങ്കൽ എന്ന ആഘോഷമുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടിയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ദിവസമാണിത്. തമിഴർ തങ്ങളുടെ കീഴിൽ പണി ചെയ്യുന്നവർക്ക് ഈ ദിവസം സമ്മാനങ്ങൾ നൽകും. മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഭരണകൂട ഭീകരതയുടെ പ്രത്യക്ഷ ഉദാഹരണമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. ഐക്യജനാധിപത്യമുന്നണി ഗവൺമെന്റ് ഉണ്ടാവുമ്പോൾ ഒരുപാട് വികസന കാര്യങ്ങൾ, ക്ഷേമകാര്യങ്ങൾ, ഒരുപാട് 44 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിച്ചു കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. എല്ലാ ആളുകൾക്കും എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് അതിൽ നിയമങ്ങൾ രൂപീകരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ഓർക്കുന്നു. പാവപ്പെട്ട അമ്മമാർ, ആൺമക്കൾ 18 വയസ്സ് പൂർത്തിയായ ആൺമക്കൾ ഉണ്ടെങ്കിൽ ആ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കില്ല എന്നായിരുന്നു പഴയൊരു നിയമം. 19-ന് നടക്കാനിരിക്കുന്ന നിയോജക മണ്ഡലം കുറ്റവിചാരണ സദസ്സിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം UDF കൺവെൻഷൻ ഒലവക്കോട് പൂക്കാരത്തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ചന്ദ്രൻ. മണ്ഡലം ചെയർമാൻ M. രമേശ് പുത്തൂർ അധ്യക്ഷം വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, നിസാർ അഹമ്മദ്, സയ്യിദ് മീരാൻ ബാബു, അസീസ് മാസ്റ്റർ, ഹസനുപ്പ, D. ഷജിത് കുമാർ, ഷെരീഫ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.25 കിലോ കഞ്ചാവ് പിടികൂടി. 2 അതിഥി തൊഴിലാളികൾ പിടിയിൽ. പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തി വരവെയാണ് കഞ്ചാവുമായി 2 പേർ പിടിയിലായത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ശൗചാലയത്തിനടുത്തുള്ള യാത്രക്കാരുടെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്ന 2 പേരിൽ ഒരാൾ മറ്റൊരാൾക്ക് തന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ്
സംശയകരമായ രീതിയിൽ കൈമാറുന്നത് കണ്ട് ഇരുവരെയും തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ ഇവരുടെ കൈവശമുണ്ടായിരുന്ന തോൾ ബാഗിൽ നിന്നുമാണ് ഒളിപ്പിച്ചു വെച്ച നിലയിൽ 1 കിലോ 287 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. ഒഡീഷയിൽ കണ്ടമാൽ സ്വദേശികളും അതിഥി തൊഴിലാളികളുമായ രോഹിത് നായിക്, ജിബിൻ മിശ്ര എന്നിവരാണ് കഞ്ചാവുമായി പിടിയിലായത്. പെരുമ്പാവൂരിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് ആവശ്യപ്പെട്ട പ്രകാരം ഇവർ കഞ്ചാവുമായി കേരളത്തിൽ എത്തിയതാണെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഒഡീഷയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം പാലക്കാട് ഇറങ്ങി അടുത്ത ട്രെയിനിൽ ആലുവയ്ക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലാവുകയായിരുന്നു. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 60,000-ഓളം രൂപ വില വരും. പ്രത്യേക പരിശോധനകൾ തുടരുമെന്ന് RPF എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. RPF CI N കേശവദാസ്, എക്സൈസ് സ്ക്വാഡ് ഇൻസ്പെക്ടർ KR അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ RPF SI-മാരായ ദീപക് AP അജിത് അശോക്, ഹെഡ് കോൺസ്റ്റബിൾ അജീഷ് ഷോക്കി, കോൺസ്റ്റബിൾ PP അബ്ദുൽ സത്താർ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ D ശ്രീജിത്ത്, ഗോകുലകുമാരൻ, യാസിൻ അരാഫത്ത്, സുനിൽ കുമാർ, രേണുകാദേവി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് പാലക്കാട് മാർക്കറ്റ് റോഡിൽ അഞ്ജനേയ ക്ഷേത്രത്തിന് സമീപത്തുള്ള നാലകത്ത് ആർക്കേഡിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഈ ഒരു സദസ്സിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് സജഷൻസ് എല്ലാം വരുവാണെങ്കിൽ നമുക്കതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു ജില്ലാ കമ്മിറ്റി ഓഫീസാക്കിയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഓഫീസിന്റെ കീഴിൽ നമുക്ക് നല്ലൊരു കൺസൾട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരു ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഒരുപാട് നിയമങ്ങൾ ദൈനംദിനമായി നമ്മുടെ സർക്കാരുകൾ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് ഇറക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ മുഖ്യാതിഥിയായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോളും, മുഖ്യപ്രഭാഷകനായി IBF അഖിലേന്ത്യാ അധ്യക്ഷൻ ശങ്കരൻ, പാലക്കാട് മുനിസിപ്പാലിറ്റി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ്, നഗരസഭാംഗം ശിവരാജൻ, ബ്രേക്ക് സ്റ്റേറ്റ് പ്രസിഡന്റ് കിരൺ, ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ, വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം, സെക്രട്ടറി ഹെന്നി ജോസഫ്, പാലക്കാട് ബേക്ക് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫാഹിം, ജനറൽ സെക്രട്ടറി മോഹനൻ, ട്രഷറർ അബ്ദുൾ അസീസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മണ്ഡലം സെക്രട്ടറി മധു സ്വാഗതം പറഞ്ഞു. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് ഒരുക്കിയ മില്ലറ്റ് എക്സിബിഷനും സെമിനാറും PTA പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അധികമായ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ, എപ്പോഴും അടുക്കളയിലാണ്. നമ്മുടെ സ്ത്രീകളുടെ ഒരു ഭേദം നിങ്ങൾക്ക് അറിയില്ല. സാധാരണ തൊഴിലാളികളുടെ സ്ത്രീകൾക്ക് 8 മണിക്ക് ജോലിക്ക് പോകണം അല്ലേ. എല്ലാ കാര്യങ്ങളും, മക്കളുടെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ പിന്നെ 5 മണിക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? വെള്ളം പിടിക്കണം. പ്രിൻസിപ്പൽ RV അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. വനമിത്ര അവാർഡ് ജേതാവും ഇൻസ്പയർ ഇന്ത്യ സെക്രട്ടറിയുമായ VK ശ്രീധരൻ ക്ലാസ് എടുത്തു. മില്ലറ്റ് മിഷൻ പ്രവർത്തകൻ VK സുരേഷ് ബാബുവിന്റെ ചെറുധാന്യ പ്രദർശനം, വിദ്യാർത്ഥികളുടെ മില്ലറ്റ് ഫുഡ് ഫെസ്റ്റ് എന്നിവയും നടത്തി. പ്രോഗ്രാം ഓഫീസർ ലീന KP സ്വാഗതവും കുമാരി നേഹ മുസ്തഫ നന്ദിയും പറഞ്ഞു. അധ്യാപകരായ രാഖി മോഹൻ, രമ്യ കൃഷ്ണൻ, അർച്ചന, ബിജി എന്നിവരും വോളണ്ടിയർമാരായ സഹദ് സാഹിം, സഫ്ന സലീം, ആസിഫ് എന്നിവരും നേതൃത്വം നൽകി. DYFI യാക്കര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. എങ്ങനെ അധികാരത്തിൽ വന്നത്? ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഇതുവരെ കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യ രാജ്യം ഭരിച്ചത്. അവർ രാജ്യത്തെ ജനങ്ങളോട് വലിയ ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത്. അവർ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകിയില്ല, ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തി. അതുകൊണ്ട് ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ DYFI ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. യാക്കര മേഖലാ സെക്രട്ടറി ഗൗതം ക്യാപ്റ്റനായിട്ടുള്ള ജാഥയുടെ സമാപനം യാക്കര ചുങ്കത്ത് സമാപിച്ചു. സമാപന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. CPIM യാക്കര ലോക്കൽ സെക്രട്ടറി V രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ഗൗതം, ജാഥ വൈസ് ക്യാപ്റ്റൻ R കാർത്തിക്, ജാഥ മാനേജർ നിവേദിത എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യാക്കര മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ കേന്ദ്രത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, A കുമാരി, യാക്കര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ S സഹദേവൻ, ശിവദാസ്, C രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം.
ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്കിപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. ചക്കാന്തര സെന്റ് റാഫേൽ കത്തീഡ്രലിൽ തിരുനാളാഘോഷം ഭക്തിസാന്ദ്രമായി. പാലക്കാട് ചക്കാന്തറ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജയരാജ് കിടങ്ങൽ, ഫാദർ ഫെമിൻ ചീരൻ, ഫാദർ ഫ്രെഡി കാഞ്ഞിരത്തിങ്കൽ, ഫാദർ സൈമൺ കൊള്ളന്നൂർ, ഫാദർ ടിറ്റ കൊട്ടിയാനിക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റിയുള്ള തേര് എഴുന്നള്ളത്ത് നടന്നു. പ്രദക്ഷിണത്തിനു ശേഷം കലാപരിപാടികളും ഉണ്ടായി. വൻ ഭക്തജന സാന്നിധ്യത്തിലാണ് തിരുനാളാഘോഷം നടന്നത്. CSE VLE സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. രാപ്പാടിക്ക് സമീപമുള്ള KGOA ഹാളിൽ നടന്ന കുടുംബസംഗമവും ജനറൽ ബോഡി യോഗവും അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്ന് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ പ്രേംകുമാർ MLA പറഞ്ഞു. വെബ്സൈറ്റ് ഉദ്ഘാടനം CSE സംസ്ഥാന ഹെഡ് സുവിത് വിജയൻ നിർവഹിച്ചു. CSEയുടെ പ്രാധാന്യവും വിശദീകരണവും സംസ്ഥാന ഇൻചാർജ് ജിനോ ചാക്കോ അവതരിപ്പിച്ചു. അബ്ദുൾ ഷുക്കൂർ, ഖാലിദ് മുഹസിൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതയും വായ്പയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ട്രെയിനിംഗ് പരിപാടിയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം സുധീർ ബാബു അലനെല്ലൂർ അവതരിപ്പിച്ച മിമിക്രി, ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം മുജീബ് അളവക്കോടിന്റെ കലാവിരുന്ന്, ബേബി നിവേദ്യ അവതരിപ്പിച്ച ഭരതനാട്യം എന്നിവയും അരങ്ങേറി. കുടുംബ സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഇന്ത്യൻ പീപ്പിൾ TV മാനേജിംഗ് ഡയറക്ടർ റഹീം ഒലവക്കോട് നിർവഹിച്ചു. ദേശീയ യുവജന വാരാഘോഷം ജില്ലാതല ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. സ്വാമി വിവേകാനന്ദന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയ ആദർശങ്ങൾ പുതിയ തലമുറ ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒറ്റപ്പാലം AMC കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ പ്രസീത, വൈസ് പ്രിൻസിപ്പൽ നിഷ ശശികുമാർ, നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ C ബിൻസി, പ്രോഗ്രാം ഓഫീസർ N കർപ്പകം, നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്റർ സരള എന്നിവർ സംസാരിച്ചു. ദേശീയ യുവജന വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. ജനുവരി 18 വരെയാണ് ദേശീയ യുവജന വാരാഘോഷം. ദേശീയ പാതയോരത്തെ പൂട്ടിയിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി മുഹമ്മദ് സിനാനാണ് പിടിയിലായത്. മലപ്പുറം പാണ്ടിക്കാട്ടു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അണക്കപ്പാറയിലും ചുവട്ടുപാടത്തും ദേശീയപാതയോരത്ത് അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടന്ന സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഒരു കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അണക്കപ്പാറയിൽ വീട് കുത്തിത്തുറന്ന് 6000 രൂപയും 1.5 പവനുമാണ് കവർന്നത്. ചുവട്ടുപാടത്ത് 20,000 രൂപയും 10 പവനുമാണ് കവർന്നത്.
നടന്നത്. സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. മോഷണ സംഘത്തിലെ തലവൻ മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി സൈനുദ്ദീനാണെന്നും പോലീസ് കണ്ടെത്തി. സൈനുദ്ദീന്റെ പേരിൽ 2004 മുതൽ 25 മോഷണ കേസുകളുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പി ആർ അശോകൻ, വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ KP ബെന്നി, SI ജീഷ്മോൻ വർഗീസ്, ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ RK കൃഷ്ണദാസ്, ബ്ലസൻ ജോസ്, സൂരജ് ബാബു, K ദിലീപ്, റിനു മോഹൻ, വിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാല വാർഷികം ആഘോഷിച്ചു. കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാലയുടെ 4ാമത് വാർഷികം ആഘോഷിച്ചു. ദേശീയ ഗായികയ്ക്കുള്ള അവാർഡ് നേടിയ പിന്നണി ഗായിക നഞ്ചിയമ്മ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യുവക്ഷേത്ര പബ്ലിക്കേഷൻ കൺവീനറും ഗ്രന്ഥകാരനുമായ റഹ്മാൻ ഫാദർ ജോസഫ് ഒലിക്കൽ കൂനൽ, യൂറീക്ക അസോസിയേറ്റ് എഡിറ്റർ PM നാരായണൻ മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം P മുരളി മോഹനൻ എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ ഉഷ രവീന്ദ്രനാഥിന്റെ കവിതാ സമാഹാരം ചൂട്ട്, മേഴ്സി ഷാജുവിന്റെ നോവൽ സമാഹാരം തത്സമയം എന്നിവ പ്രകാശനം ചെയ്തു. ഇരുവരും മറുമൊഴികൾ രേഖപ്പെടുത്തി. ഉദ്ഘാടന യോഗത്തിന് വായനശാല പ്രസിഡന്റ് M സെയ്തലവി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി KR രാജു സ്വാഗതവും വൈസ് പ്രസിഡന്റ് KB സത്യരാജ് നന്ദിയും രേഖപ്പെടുത്തി. ലൈബ്രറി കൗൺസിലിന്റെ വായനോത്സവങ്ങളിലും ചിത്രരചനാ മത്സരങ്ങളിലും മികച്ച വിജയം നേടിയവരെയും കേരളോത്സവങ്ങളിൽ വായനശാലയ്ക്കായി മികച്ച വിജയം നേടിയവരെയും ഷട്ടിൽ ടൂർണമെന്റ് വിജയികൾ, വായനപ്പെട്ടി വിജയികൾ എന്നിവരെയും യോഗം മെമ്മന്റോ നൽകി അനുമോദിച്ചു. അനുമോദനം വാർഡ് മെമ്പർ നിഷാരാമൻ നിർവഹിച്ചു. അംഗങ്ങളുടെ കവിയരങ്ങ്, കരകൗശല വസ്തുക്കളുടെ പ്രദർശനം, തിരുവാതിരകളി, ബാലവേദിയുടെ നാടകം, നൃത്യങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം? ചിന്തിക്കൂ. അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത്? ചിന്തിക്കൂ. ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ? ചിന്തിക്കൂ. മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്ക് ആവശ്യം? ചിന്തിക്കൂ. അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ? ചിന്തിക്കൂ. പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ? ചിന്തിക്കൂ. എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല. കോഴിക്കോട് ബൈപ്പാസ് റോഡിൽ ശേഖരീപുരം പെട്രോൾ പമ്പിന് സമീപമുള്ള റോഡരികിൽ തള്ളിയിട്ട കെട്ടിടാവശിഷ്ടങ്ങൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. 2 ആഴ്ച മുൻപാണ് കമലാലയം കോമ്പൗണ്ട് മുതൽ 100 മീറ്ററോളം ഭാഗത്ത് റോഡരികിൽ മണ്ണ് ഉൾപ്പെടെയുള്ള കോൺക്രീറ്റ് മാലിന്യങ്ങൾ തള്ളിയത്. തള്ളിയ ഭാഗങ്ങളിൽ അഴുക്കുചാൽ പൂർണ്ണമായും മൂടിയ അവസ്ഥയാണ്. ഇതോടെ മലിനജലത്തിന്റെ ഒഴുക്കും തടസ്സപ്പെട്ടതായി കോമ്പൗണ്ട് നിവാസികൾ പറഞ്ഞു. വീടുകളുടെ ഗേറ്റിന് മുന്നിൽ പോലും തള്ളിയിരിക്കുന്ന മൺകൂനകൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അതേസമയം അവശിഷ്ടങ്ങൾ ആരാണ് തള്ളിയതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിർമ്മാണ തൊഴിലാളിയായ യുവതി കടബാധ്യതയെ തുടർന്ന് ജീവനൊടുക്കി. വെമ്പല്ലൂർ അമ്പാളിമേട്ടിൽ അനിൽകുമാറിന്റെ ഭാര്യ ജലജയെ ആണ് വീടിന് സമീപം കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: അനിൽകുമാറും ജലജയും നിർമ്മാണ തൊഴിലാളികളാണ്. കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി വിവിധ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് പല വായ്പകൾ എടുത്തിട്ടുണ്ട്. ജലജയ്ക്ക് ആഴ്ചയിൽ 11,000 രൂപയിലധികം
തിരിച്ചടവിനായി മാത്രം ആവശ്യം വരാറുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഇത് കൊടുക്കാനുള്ള പ്രയാസം മൂലം അവർ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായി സൂചനയുണ്ട്. ജലജയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് കാണാതായിരുന്നു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിൽ രാത്രിയോടെ വീടിന് പുറകിലത്തെ ആളൊഴിഞ്ഞ പ്രദേശത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മക്കൾ അഭിജിത്ത്, അശ്വജിത്ത്, സഹോദരങ്ങൾ വിജയമണി, ജയന്തി, ജയൻ, ജനാർദ്ദനൻ. വട്ടിപ്പലിശക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികൾക്കായും സംഘങ്ങൾക്കായും പലിശയ്ക്ക് പണം നൽകുന്ന ഇടപാടുകൾ ഗ്രാമീണ മേഖലയിലെ ചെറുകിട കുടുംബങ്ങൾക്ക് കെണിയാവുന്നു. കഴിഞ്ഞ ദിവസം തേങ്കുറിശ്ശി പഞ്ചായത്തിലെ വെമ്പല്ലൂരിൽ യുവതി ജീവനൊടുക്കിയത് ആഴ്ചതോറുമുള്ള തിരിച്ചടവിന് വലിയ തുക ഇല്ലാത്തതിനാലാണ്. ഭാര്യയും ഭർത്താവും നിർമ്മാണ മേഖലയിൽ എല്ലാ ദിവസവും ജോലി ചെയ്താൽ പോലും ആഴ്ചയിൽ 11,000 രൂപയിലധികം തിരിച്ചടവിന് കണ്ടെത്തുക പ്രയാസമാണ്. ആശുപത്രി, കുട്ടികളുടെ പഠനം, സ്വകാര്യ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് പണമില്ലാതെ വരുമ്പോഴാണ് വട്ടപ്പലിശക്കാരെയും സ്വകാര്യ പണമിടപാടുകാരെയും ആശ്രയിക്കുന്നത്. വലിയ ഈടില്ലാതെ പണം ലഭിക്കുമെന്നത് പ്രധാന ആകർഷണമാണ്. പലപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഒറ്റ ഗ്രൂപ്പായി കടം വാങ്ങുമ്പോൾ ഒരാൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കൂടെയുള്ളവരുടെ സമ്മർദ്ദവും ഉണ്ടാവും. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്കൊപ്പം സ്വകാര്യ വ്യക്തികൾ, തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വട്ടിപ്പലിശക്കാർ തുടങ്ങിയവരെല്ലാം നാട്ടിൻപുറത്തുകാരുടെ ബാങ്കുകളാണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളെയാണ് ഇടപാടുകാർ ലക്ഷ്യമിടുന്നത്. എളുപ്പത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നതാണ് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള പണമിടപാടിന്റെ പ്രധാന കാരണം. 1000 രൂപ ഒരാൾക്ക് നൽകുമ്പോൾ ഒരാഴ്ചയിൽ 250 തൊട്ട് 500 രൂപ വരെ പലിശ ഈടാക്കുന്നവരുമുണ്ട്. ഇത്തരം സാമ്പത്തിക ഇടപാടിൽ ഒരിക്കൽ കുടുങ്ങിയാൽ അത് തീർക്കാൻ അതിലും കൂടുതൽ തുക മറ്റൊരു ഇടപാടുകാരനിൽ നിന്ന് എടുക്കേണ്ടി വരും. ഒടുവിൽ പലിശയും കൂട്ടുപലിശയുമായി വാങ്ങിയ തുകയുടെ എത്രയോ ഇരട്ടി മടക്കി നൽകിയാലും കടം തീരാത്ത വിധം ചതിക്കുഴികളിൽ സ്ത്രീകൾ പെടുമ്പോഴാണ് ജീവൻ ഒടുക്കുന്നത്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ആലത്തൂരിൽ ബൈക്കടിച്ച് പരിക്കേറ്റ കാൽനടയാത്രികനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഏർപ്പാടാക്കിയതിന് പിന്നാലെ ബൈക്ക് ഓടിച്ചിരുന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. തോണിപ്പാടം ചീറാക്കോട് വീട്ടിൽ പരേതനായ മല്ലായുടെയും പാറുവിന്റെയും മകൻ ലക്ഷ്മണനാണ് മരിച്ചത്. തലയ്ക്കുള്ളിലേറ്റ ക്ഷതത്തെ തുടർന്നാണ് മരണം. ദേശീയപാതയിലെ വാനൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. വാനൂർ നെല്ലിയാംകുന്നം കലാധരനാണ് ലക്ഷ്മണന്റെ ബൈക്കിടിച്ച് പരിക്കേറ്റത്. കീഴ്പ്പാടത്തെ സ്വകാര്യ ലോഡ്ജ് മാനേജറായ ലക്ഷ്മണൻ തോണിപ്പാടത്തെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് 2 പേരും നിലത്ത് വീണു. നാട്ടുകാരെ കൊണ്ട് ആംബുലൻസ് എത്തിച്ചാണ് കലാധരനെ ലക്ഷ്മണൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ശേഷം ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തു. അപകട വിവരം വീട്ടിൽ അറിയിക്കുന്നതിനായി ഫോൺ ചെയ്യുന്നതിനിടെ ലക്ഷ്മണൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. തലയ്ക്കുള്ളിലേറ്റ ഗുരുതര ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കലാധരന്റെ കാലുകളുടെ എല്ലുകൾ പൊട്ടിയിരുന്നു. ഇയാളെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ലക്ഷ്മണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഭാര്യ സരിത, മക്കൾ ശ്രീലക്ഷ്മി, ശ്രീകുട്ടി, പരേതനായ ശ്രീമോൾ, സഹോദരങ്ങൾ മാണിക്യൻ, രാമനാഥൻ, കേശവൻ, തങ്ക, പ്രേമ, സുലോചന, ഉഷ, പരേതനായ ശശീന്ദ്രൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർത്തികോത്സവമായ പൊങ്കൽ ജില്ലയിലും ആഘോഷിച്ചു. സംസ്ഥാനത്ത് നടന്നുവരുന്നത് പോലീസ് രാജെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.